അരുവിക്കരയിൽ സർവേ റിപ്പോർട്ടുകളിൽ മുൻപന്തിയിൽ നിന്നത് KS ശബരിനാഥനാണ്. KS ശബരിനാഥനെ മത്സരിപ്പിക്കണമെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. ആ റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് ശബരിയോട് വർക്ക് തുടങ്ങാൻ പറഞ്ഞു, ഫ്ലക്സ് അടിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ അവിടെ ഒരേ പിടിവാശി, അപ്പോഴും ഇടപെടലുണ്ടായി. അവസാനം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ദേശീയ തലത്തിൽ ഒരാളുണ്ട്, അത് പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവസാനം അരുവിക്കര ശിവകുമാറിന് കൊടുത്തു. ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ട് കൈയിലും വെച്ച് അമ്മാനമാടാൻ കഴിവുള്ള ഒരു പാർട്ടിയായി എൻ്റെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു എന്നുള്ളത് പറയുന്നതിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് എൻ്റെ പത്രസമ്മേളനം ചിലപ്പോൾ നിങ്ങൾ ലൈവ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മീഡിയയിൽ ലൈവ് പോകുന്നുണ്ട്, അതിൽ കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്നോട് പരിഭവം തോന്നണ്ട. ഇതിവിടെ നടക്കുന്ന ഡീലാണ്. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് തയ്യാറാകാൻ കഴിയുമോ? ആ ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിൽ വലിയ ആശങ്ക ഉയർത്തിയത്. അവിടെ വന്നപ്പോൾ, നെടുമങ്ങാട് സീറ്റിലേക്ക് വന്നപ്പോൾ മീനാങ്കൽ കുമാർ, അവിടെ നെടുമങ്ങാടുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതൃത്വവും, എൻ്റെ കയ്യിൽ രേഖയുണ്ട്, അത് നിങ്ങളുടെ ചാനലുകളിലും കിട്ടിയിട്ടുണ്ടാകും. എല്ലാ നേതൃത്വവും, DCC ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒപ്പിട്ട് കൊടുത്തു, മീനാങ്കൽ കുമാറിനെ പ്രഖ്യാപിക്കരുത്, പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പരാജയപ്പെടുത്തും. സ്വാഭാവികമായിട്ട് പരാജയപ്പെടുത്തണ്ട, ഒരുവിധം ജയിച്ചു കയറാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു. ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞു. പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് രംഗത്തിറങ്ങി, ആ സീറ്റ് കിട്ടിയേ മതിയാകുമെന്ന് പറഞ്ഞു. ആരാണ് മീനാങ്കൽ കുമാർ? എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയില്ല. അദ്ദേഹം ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ അബ്കാരി വ്യവസായിയുടെ ഏറ്റവും അടുത്ത പാർട്ട്ണറും അടൂർ പ്രകാശിന് ഏറ്റവും അടുത്ത ബന്ധവുമുള്ള ബിസിനസ് പാർട്ട്നേഴ്സാണ്. അങ്ങനെ ആ ബിസിനസ് പാർട്ട്ണർക്ക് സീറ്റ് കൊടുത്തില്ല എങ്കിൽ തിരുവനന്തപുരത്ത് കലാപമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അവസാനം ആ സീറ്റും വാങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ ടേം LDF വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ കഷ്ടപ്പെടുമ്പോൾ ഈ സീറ്റുകൾ കൊടുക്കുന്ന അവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത്. സ്വാഭാവികമായും അങ്ങനെയുള്ള സീറ്റ് നിർണയം തിരുവനന്തപുരത്ത് നടന്ന് ഒരു വക മിണ്ടാൻ ആരും തയ്യാറായില്ലല്ലോ, ഒരു വക ആരും മിണ്ടിയില്ലല്ലോ. എല്ലാവർക്കും അമർഷമുണ്ട്, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ ഞാൻ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒട്ടേറെ പേർ വിളിച്ചു, ഒട്ടേറെ ആളുകൾ പല ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ, ജില്ലാ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ വിളിക്കുന്നതാണ്. ഇവിടെ 4 സീറ്റുകൾ, ഒന്ന് അമ്പലപ്പുഴ സീറ്റ് ഇത്തവണ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും സാഹചര്യമുള്ള സീറ്റായിരുന്നു. വിജയിക്കുമെന്ന് കണ്ടപ്പോൾ, ആ സീറ്റ് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ, അവിടെ നിങ്ങൾക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾ ഇത് വീക്ഷിക്കുന്നവർക്കറിയാം, MP പ്രവീൺ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്, ഒട്ടനവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഈ പാർട്ടിക്ക് വേണ്ടി ജീവക്ഷമമായി ജീവിക്കുന്നവനുണ്ട്. സീറ്റിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഡൽഹിയിൽ പോയി നേതാക്കളുടെ കാല് പിടിക്കുന്ന അവസ്ഥയെത്തി. ആ അവസ്ഥയെത്തിയപ്പോഴും അവർ കണ്ടെത്തിയ മാർഗം, കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ കൊടുത്താലോ എന്ന് വിചാരിച്ച് G. സുധാകരൻ മത്സരിക്കുന്നു. ആരാണ് G. സുധാകരൻ? ഈ G. സുധാകരൻ എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, ഇവർ കൂടെ കൂട്ടിക്കോട്ടെ, കോൺഗ്രസ് കൂടെ കൂട്ടിക്കോട്ടെ, അത് മറ്റൊരു PC ജോർജാണ്, വാപോയ കോടാലിയാണ്. ആ G. സുധാകരൻ കഴിഞ്ഞ തവണ, കഴിഞ്ഞ LDF ഗവൺമെന്റ് ഇരുന്നപ്പോൾ മന്ത്രിയായിരുന്ന സമയത്ത്, അതിനു മുമ്പും പിൻപുമൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. അവിടെ G. സുധാകരൻ മത്സരിക്കട്ടെ, അവിടെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റിൽ വിജയിക്കരുത് എന്ന് ആരൊക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സ്വാഭാവികം UDF മത്സരിച്ചാൽ, G. സുധാകരൻ മത്സരിച്ചാൽ അവിടെ UDF അല്ല വിജയിക്കൂ, അത് ജയിക്കരുത് എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ സീറ്റ് ഒറ്റപ്പാലത്തെ സീറ്റ് PK ശശിയാണ് മത്സരിക്കുന്നത്.
ഞാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പി കെ ശശി അദ്ദേഹത്തിന് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് പാലക്കാട് മത്സരിപ്പിച്ചുകൂടായിരുന്നു? രണ്ടുപേർക്കും എതിരെയുള്ളത് ഒരേ പരാതിയല്ലേ? ആ പരാതിയിൽ ഒന്ന് തീവ്രത കുറഞ്ഞും ഒന്ന് തീവ്രത കൂടിയും എന്നുള്ളതല്ലേ വിഷയമുള്ളൂ. എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇതിനകത്ത് കണ്ട വികാരം? പി കെ ശശിക്കെതിരെ പരാതി കൊടുത്തത് ഒരു വനിതാ നേതാവാണ്. ആ പരാതി നിൽക്കുമ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതും സഹകരണ സംഘങ്ങളിലെ അടക്കമുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടിക്ക് വിധേയമായത്. അദ്ദേഹം തിരിച്ച് സ്വതന്ത്രനാകുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പുറകെ പോയി. അദ്ദേഹം ഒന്ന് കാത്തു നിൽക്കേണ്ടി വന്നില്ല, അദ്ദേഹത്തിന്റെ പുറകെ പോയി പിന്തുണ കൊടുക്കുകയാണ്. അങ്ങനെ പിന്തുണ കൊടുത്ത് പി കെ ശശിയെ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ ടി കെ ഗോവിന്ദൻ, തളിപ്പറമ്പ്, നിങ്ങൾക്കറിയോ? അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് തൊണ്ടപൊട്ടി നടക്കുന്ന ഒരുത്തൻ, ഈ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങളിൽ അടികൊണ്ടവൻ, കഷ്ടപ്പാടുകൾ സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവൻ, സ്വതസിദ്ധമായ ശൈലിയിൽ ആരോടും പ്രകോപിക്കാതെ നടക്കുന്നവൻ, 5 വർഷമാണ് കഷ്ടപ്പെട്ട് തളിപ്പറമ്പിൽ പ്രവർത്തനം നടത്തിയത്.